വലിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ചിന്തിപ്പാൻ 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്തോത്രം. ഇതിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് പാളയത്തിനകത്ത് ഫെലിസ്ത്യർക്ക് ജയം എന്ന് അവർ അവകാശം പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ്. 6-ാമത്തെ വാക്യം നമുക്കറിയാം. ഫെലിസ്ത്യർ ആർപ്പിൻ്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിൻ്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. കണ്ടോ? അപ്പൊ ദൈവത്തിൻ്റെ പെട്ടകം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ആർപ്പുണ്ടാകും. ഇന്ന് ആരാധനയുണ്ടോ ജീവിതത്തിൽ? 5-ാം വാക്യം വായിക്കൂ. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിൽ എത്തിയപ്പോൾ ഭൂമി കുലുങ്ങത്തക്കവണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഹല്ലേലൂയ. ഈ ഭൂമി കുലുങ്ങുമെന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ മുഴുവൻ ആരാധിക്കാൻ തുടങ്ങി. ദൈവപൈതലേ, ആരാധന ജീവിതത്തിൽ വെളിപ്പെടണം. ഉപവാസം ജീവിതത്തിൽ വെളിപ്പെടണം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന ദൈവകുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നോടാ പറയുന്നേ, ഒരു പ്രവചന ശബ്ദമായിട്ട്. നിനക്ക് മനുഷ്യനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സ്തോത്രം. ഇന്നലെ വരെ വിളിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ വിളിക്കാതിരിക്കാം. സ്തോത്രം. ആമേൻ. മനുഷ്യനെ മാക്സിമം നിനക്ക് അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കാം. പക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ ഒഴിവാക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കാര്യാദികൾ നടന്നു കഴിയുമ്പോൾ, പിന്നെ ആ ആവശ്യം കഴിയുമ്പോൾ ആ മനുഷ്യനെ ഒഴിവാക്കുന്നത് പോലെ ദൈവത്തെ ഒഴിവാക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ പിന്നെ ആ ആളിനെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ നമുക്ക് ആ ആളിനെ മാറ്റാം എന്നുള്ള വ്യഗ്രതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. സ്തോത്രം. എപ്പോഴും വേണോ ആരെയും ആർക്കും അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ദൈവത്തെ ഒരു നാളും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. സ്തോത്രം. ചിലപ്പോൾ ഒരു നിമിത്തമായിരിക്കും. നമ്മളുടെ ബസ് കയറുന്നു. ഇപ്പോൾ എല്ലാ സ്നേഹബന്ധങ്ങൾ അങ്ങനെയാണ്. എല്ലാ സ്നേഹബന്ധവും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. തിരുവനന്തപുരത്തുനിന്ന് ഒരു ബസ് ടിക്കറ്റ് എടുത്തു, കോയമ്പത്തൂരോ ഊട്ടിയോ കൊടൈക്കനാലോ എവിടെയെങ്കിലും, അതുവരെ ഉള്ളൂ ആ ബസ്സുമായിട്ടുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. അത് കഴിയുമ്പോൾ ബസ് അങ്ങ് വിടുക. പിന്നെ അടുത്ത ബസ്സിലല്ല വരുന്നത്, അടുത്ത ഫ്ലൈറ്റിലാണ് അവർ സഞ്ചരിക്കുന്നത്. ആ ഫ്ലൈറ്റും അങ്ങ് വിടുക. ഇത്രയൊക്കെ ഉള്ളൂ ഒരു മനുഷ്യന്റെ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ. എന്നാൽ കർത്താവിൻ്റെ സ്നേഹമുണ്ടല്ലോ, അന്ത്യത്തോളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്യത്തോളം. ആമേൻ. നമ്മൾ ഈ വയ്ക്കുന്ന വീടുകൾ, നമ്മൾ ഈ വയ്ക്കുന്ന പാർപ്പിടങ്ങളൊക്കെ ഒരു സമയത്ത് വേറെ ആൾക്കാർ വന്ന് പാർക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 100 വർഷം കഴിയുമ്പോൾ, ഈ 100 വർഷം കഴിയുമ്പോൾ നമ്മൾ ഓട്ടിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ താമസിക്കുന്ന വീടുകൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീടുകൾ, നമ്മുടെ ബന്ധുക്കളുടെ വീടുകൾ, നിങ്ങളുടെ തലമുറകളുടെ വീടുകൾ, ഇതിലൊന്നും ആരും കാണത്തില്ല. എല്ലാ വീടുകളും
വേറെ ആൾക്കാർ വന്ന് പാർക്കും. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിതെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന പലതും സമയം കഴിയുമ്പോൾ നമ്മൾ ബസ് മാറി കയറിയതുപോലെ, ട്രെയിൻ മാറി ഫ്ലൈറ്റിൽ കയറിയതുപോലെ, നമ്മൾ പാർക്കുന്ന വീടുകൾ, നമ്മൾ ഓട്ടിക്കുന്ന വാഹനങ്ങളൊക്കെ ഓട്ടിക്കാൻ വേറെ ആൾക്കാർ കാത്തിരിക്കുക. നമ്മളെ അറിയാത്തവർ നോക്കിയിരിക്കുക. അടുത്തൊരു ജനറേഷനിലേക്ക് മാറുന്നത് പോലെ. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നോക്കൂ, ഇവർ ഈ ആർപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ ഫെലിസ്ത്യർക്ക് മനസ്സിലായി അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആർപ്പിന്റെ ശബ്ദം ഉയർന്നു വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ആ കാര്യസാധ്യം കഴിയുമ്പോൾ ആ മനുഷ്യനെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുമ്പോൾ, സ്തോത്രം, അതുപോലെ നിങ്ങൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യരുത്. മനുഷ്യനെ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം, ഉറപ്പായിട്ടും. ഹല്ലേലൂയ. അതിനേക്കാൾ നല്ലൊരു മനുഷ്യൻ വരുമ്പോൾ ഇദ്ദേഹത്തിന് അവോയ്ഡ് ചെയ്യാം, ഒരു വിഷയവുമില്ല. പക്ഷെ ദൈവത്തിന് തുല്യം ദൈവം മാത്രമേ ഉള്ളൂ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ആരോടൊക്കെയോ സംസാരിക്കുന്നു. ആമേൻ. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിൽ എത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫെലിസ്ത്യർ ആർപ്പിൻ്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിൻ്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. കണ്ടോ, ഇത്രയും വലിയ ഒച്ച എന്തെന്ന് അവരെന്ത് ചെയ്തു? അന്വേഷിച്ചു. ശത്രു അന്വേഷിക്കുക, എന്താ ഇത്ര സന്തോഷം അല്ലേ? നിന്റെ സന്തോഷം എന്താ? പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ അതിഥി വരുമ്പോഴല്ലേ സന്തോഷം. ഒരു പുതിയ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം അല്ലേ? ആമേൻ. അത് ശത്രു നോക്കിയിരിക്കുക, എന്താ എൻ്റെ മോക്ക് ഇത്ര സന്തോഷം, എന്താ എൻ്റെ മോൻ ഇത്ര സന്തോഷം അല്ലേ? ഹല്ലേലൂയ. അപ്പം പുതിയ ഒരു സന്തോഷത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ ശത്രു ശ്രദ്ധിച്ചു. ആമേൻ. ഇന്ന് പകലിൽ നിന്റെ സന്തോഷത്തിൽ ശത്രു ശ്രദ്ധിക്കുക. നിന്റെ സന്തോഷം നിശ്ചലമാകാൻ ശത്രു പരിശ്രമിക്കുക. എങ്ങനെയെങ്കിലും നിന്നെ തോൽപ്പിക്കണം, നിന്നെ പരാജയപ്പെടുത്തണം, നിന്നെ ഇല്ലാതാക്കണം, ആമേൻ, ഉന്മൂലനാശം ചെയ്യണം എന്ന് പറഞ്ഞ് ശത്രു ഇങ്ങനെ ആമേൻ 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 അവൻ വടം വലിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടല്ലോ, അത് ശ്രേഷ്ഠകരമായി വെളിപ്പെടും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആരൊക്കെ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ചിലർ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ സഹിക്കാൻ കഴിയില്ല അല്ലേ? ആമേൻ. മനുഷ്യൻ ആത്മഹത്യയിൽ വരെ എത്തുന്നുണ്ട് മനുഷ്യൻ അവോയ്ഡ് ചെയ്യുമ്പോൾ. സ്തോത്രം. ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി, ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തി ഒരു നിമിഷം കൊണ്ട് എല്ലാം മടക്കി കെട്ടി ഒഴിവാക്കുന്നു എന്നറിയുമ്പോൾ, ഈ ഭൂവരപ്പിൽ മാനുഷ്യമായി ചിന്തിക്കുമ്പോൾ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യമെന്നൊക്കെ വ്യക്തികൾ ചിന്തിച്ച് ആത്മഹത്യക്കായി ആമേൻ ആമേൻ തയ്യാറാകുന്നു, റെഡിയാകുന്നു. എന്നാൽ നമ്മുടെ കർത്താവിനെ ആമേൻ നമ്മെ ചേർത്ത് പിടിക്കും ആ സമയത്ത്. ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അത് ശക്തമായി ഈ പ്രഭാതത്തിൽ ഈ ജൂൺ മാസം 15-ാം തീയതി നിങ്ങളോട് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വരാൻ സമയമായി. കർത്താവ് വരാൻ സമയമായി. മനുഷ്യൻ്റെ വാക്കുകൾക്കെല്ലാം പരിമിതി, മനുഷ്യരുടെ വാക്കുകൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് കുറിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരുടെ വാക്കുകളെല്ലാം ആമേൻ സ്തോത്രം ഫുൾ സ്റ്റോപ്പ് ഇടുന്നൊരു സമയം വരാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ ദൈവജനം ശക്തമായി പ്രാർത്ഥിക്കണം. 7-ാം വാക്യം 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 17-ാമത്തെ വാക്യം അവിടെ പറയുന്നു, അതിന് ആ ദൂതൻ ഇസ്രായേലിൽ പെരിസ്യരുടെ മുൻപിൽ തോറ്റോടിയ ജനത്തിൽ ഒരു മഹാസംഹാരം ഉണ്ടായി. നിന്റെ 2 പുത്രന്മാരെ
ആമേൻ. സ്തോത്രം. നോക്കൂ, ഈ പെട്ടകത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. സ്തോത്രം. എവിടെയെങ്കിലും പെട്ടകം പിടിക്കപ്പെട്ടു പോയോ? സ്നേഹത്തിന്റെ പെട്ടകം, സ്നേഹത്തിന്റെ പെട്ടകം എവിടെയെങ്കിലും പിടിക്കപ്പെട്ടു പോയോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്നേഹത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകലിൽ അതിശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, പെട്ടകം പിടിക്കപ്പെട്ടു പോയെങ്കിൽ. 18 വാക്യം പറയുന്നു. 18 വാക്യം, അവൻ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതുക്കൽ ആമേൻ ആസനത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് പുറകോട്ട്, ഇന്ന് പകൽക്കാലം പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. അവൻ വൃദ്ധനും. ഹല്ലേലൂയ. ദൈവപൈതലേ, ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. 40 സംവത്സരം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. ദൈവപൈതലേ, പിടിക്കപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും? ഹല്ലേലൂയ. ഇന്ന് പകലില് പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് നിങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് നിങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് 4-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ്, വർത്തമാനം ഏലിയുടെ മരണത്തിനപ്പുറം ഒരു മരണം സംഭവിക്കുക. ഇവിടെ പിടിക്കപ്പെട്ടു പോയി പലതും. ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ നീ എത്രയോ പ്രാവശ്യം മരിക്കേണ്ട വ്യക്തിയായിരുന്നു. എത്രയോ പ്രാവശ്യം ഈ ഭൂപരപ്പിൽ നിന്ന് നിന്നെ മാറ്റിക്കളയേണ്ട നിന്റെ സഹോദരങ്ങൾ, നിന്റെ പിതാവ്, നിന്റെ മാതാവ്, നീ സ്നേഹിച്ച പലരും നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയപ്പോഴും ഈ കർത്താവ് നിന്നെ ചേർത്ത് പിടിച്ചില്ലേ? സ്തോത്രം. ചേർത്ത് പിടിച്ചില്ലേ? ഹല്ലേലൂയ. ഇതിനൊക്കെ അതാത് സമയത്തിൽ ആമേൻ ശൗലായിരുന്ന പൗലൂസിൻ്റെ ജീവിതത്തിൽ ചില പ്രവാചകന്മാരെ ദൈവം അയച്ച് തന്നെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിന്റെ കഷ്ടതയിലും നിന്റെ കണ്ണുനീരിലും നിന്റെ വേദനയിലും ആമേൻ നിന്റെ നെടുവീർപ്പിലും ചില അഭിഷക്തന്മാരെ ദൈവം നിനക്ക് വേണ്ടി ഉപയോഗിച്ചില്ലേ? സ്തോത്രം. ഇപ്പോൾ നിനക്ക് എങ്ങനെ അവരെ ഒഴിവാക്കാം എന്ന തലത്തിൽ കൂടെയാണ് നീ സഞ്ചരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, അഭിഷക്തയെ ദൈവം നിങ്ങളോടാ പറയുന്നത്. ചിലത് പിടിക്കപ്പെട്ടിരിക്കുക. ആമേൻ. സ്തോത്രം. ഇന്ന് പകലിൽ 7-ാമത്തെ വാക്യം പറയുന്നു, ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. അവർ പരസ്പരം പറഞ്ഞ് ഭയപ്പെടുകയാണ്. ദൈവം വന്നു. നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടാകാത്ത ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ ദേശത്തിൽ, നിന്റെ പട്ടണത്തിൽ സംഭവിക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.